നമസ്കാരം. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരം എയർപോർട്ടിലെ ആകാശക്കൊള്ളയെക്കുറിച്ച് തോമസ് ഐസക് ഇട്ട ഒരു കുറിപ്പ് കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. പോസ്റ്റിന്റെ ഉള്ളടക്കത്തെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നു. വിമാനത്താവളം അദാനി ഏറ്റെടുത്ത ശേഷമാണ് നിരക്ക് കൂടിയത് എന്ന ഐസക്കിന്റെ വാദത്തിൽ കഴമ്പില്ല എന്നതിനാണ് ബലമേറിയത്. അദാനിയുടെ നിരക്കല്ല, സീറ്റ് കുറവ്, സർവീസ് കുറവ് എന്നതാണ് കാതലായ പ്രശ്നം. ഐസക് ചൂണ്ടിക്കാട്ടിയതിലെ വസ്തുതാപരമായ പിശക് അങ്ങ് മാറ്റിവെച്ചാലും നിരക്കിലെ വ്യത്യാസം അത് ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇത്തരം സർവീസുകളെ ആശ്രയിക്കുന്നതും വലിയ തുക കൊടുത്ത് സഞ്ചരിക്കേണ്ട ആവശ്യകത വരുന്നതും. കാരണം കൊച്ചിയുമായും മറ്റ് വിമാനത്താവളങ്ങളുമായും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം നിരക്കുകൾ ഉണ്ടാകുന്നു. എന്തായാലും അനന്തപുരിയിലെ ആകാശക്കൊള്ള എന്തുകൊണ്ട് എന്നതാണ് സൺഡേ ഡിബേറ്റ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ശ്രീത് പണിക്കർ അതിഥിയായി എത്തുന്നു. KV മുരളീധരൻ, ട്രാവൽ ഏജന്റ് അസോസിയേഷൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരും. SN രഘുചന്ദ്രൻ നായർ, തിരുവനന്തപുരത്ത് നിന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്രതിനിധിയായി ചർച്ചയിലുണ്ട്. സ്ഥിരം യാത്രികൻ കൂടിയായ ശ്രീ ജിതിൻ തോമസ് ചേരുന്നുണ്ട്. ഒപ്പം JS അടൂരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ജിതിനിൽ നിന്ന് തുടങ്ങാം. ജിതിൻ, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ജിതിൻ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഫെയറിലെ വലിയ ഒരു തുക കൊടുത്ത് സഞ്ചരിച്ച കാര്യം സംസാരിക്കുകയുണ്ടായി. ഈ തോമസ് ഐസക്കിനെ പോലെ 5 വർഷം ധനമന്ത്രിയായ ഒരാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു തിരിച്ചറിവാണോ ഇത്? കാലങ്ങളായി സംഭവിക്കുന്ന ഒരു കാര്യം, അത് കാതലായ പ്രശ്നമാണ്. പക്ഷേ അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാരണങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പഠിക്കാതെയൊക്കെ ചെയ്ത കാര്യമായിരിക്കാം. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ, അല്ലേ? രഞ്ജിത്ത്, ആദ്യമായി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. മിനിഞ്ഞാന്ന് രാവിലെ പോയി വൈകിട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക്. അപ്പം ട്രിവാൻഡ്രം ബാംഗ്ലൂർ രാവിലെ 7:30 ഇവിടുന്ന് പുറപ്പെട്ട് 8:30 അവിടെ എത്തുന്ന വിമാനം ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്ക് തിരിച്ച് വൈകിട്ട് 5 മണിക്ക്. അപ്പം എൻ്റെ അവിടുത്തെ ബാംഗ്ലൂരിലെ മീറ്റിംഗ് ആ കൂടെ 1 മണിക്കൂറിന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പം വെള്ളിയാഴ്ചയാണ് ഞാൻ പോയത്. വ്യാഴാഴ്ചയാണ് എനിക്ക് ഈ മീറ്റിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ആ ഒരു ദിവസം കൊണ്ട് എടുത്തപ്പോഴത്തേക്കും 21,000 രൂപയാണ് രാവിലെ പോയി വൈകിട്ട് വരാനായിട്ട്. അതൊരു ശരാശരി ദുബായ് അല്ലെങ്കിൽ ഷാർജ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലേക്ക് പോയി വരേണ്ട ഒരു വിമാന നിരക്കാണ്. അപ്പം അതേ ദിവസം തന്നെ കൊച്ചിയിൽ നിന്ന് പോയി വരാനായിട്ട് ഏകദേശം ഒരു 8,000 രൂപയ്ക്കകത്ത് വരത്തേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും തോമസ് ഐസക് അദ്ദേഹം എഴുതിയ ആ പോസ്റ്റിനെ പറ്റി വായിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയറായിരുന്ന ഒരു മിനിസ്റ്റർ എന്തുകൊണ്ട് ഇത് ഇത്രയും നാളും കണ്ടില്ല? കുറ്റപ്പെടുത്തലല്ല, എന്നാലും ഒരു ട്രിവാൻഡ്രം നിവാസി എന്നുള്ള നിലയിൽ ഇത്രയും നാൾ എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ പോസ്റ്റ് വായിച്ചായിരുന്നു. അദ്ദേഹം അതിനകത്ത് യൂസർ ഡെവലപ്മെൻറ്റ് ഫീയെ പറ്റി മാത്രമാണ്. അത് യൂസർ ഡെവലപ്മെൻറ്റ് ഫീ മാത്രമല്ല, അതിനകത്ത് പല ഘടകങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂസർ ഡെവലപ്മെൻറ്റ് ഫീയെ ഞാനിപ്പോൾ എൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ട്രിവാൻഡ്രത്തിൽ നിന്ന് ആകെക്കൂടെ ഇപ്പം ഡൊമസ്റ്റിക് കരിയേഴ്സായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോ, എയർ ഇന്ത്യ ആൻഡ് വിസ്താര, ഈ 3 എയർലൈനുകൾ മാത്രമാണ് ഡൊമസ്റ്റിക് സെക്ടേഴ്സിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഇൻഡിഗോ ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, പൂനെ, ബോംബെ, ഡൽഹി, ഈ 4 സ്ഥലങ്ങളിലേക്കായിട്ടും ഇൻഡിഗോ മാത്രമാണ്. എയർ ഇന്ത്യ ഡൽഹി ആൻഡ് ബോംബെ മാത്രമാണ്. അത് അവരുടെ പഴയ സർവീസുകൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്താര അവരുടെ കുറച്ച് പ്രീമിയം സർവീസ് ആയതുകൊണ്ട് അവർക്കൊരു സിംഗിൾ ഡെയിലി സർവീസായിട്ട് ഡൽഹിയിലേക്ക് മാത്രം അവർക്കുണ്ട്. അതേസമയം കൊച്ചിയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ ഉണ്ട്, ഗോ എയർ, എയർ ഏഷ്യ, സ്പൈസ് ജെറ്റ്, ഏറ്റവും പുതിയതായി തുടങ്ങിയ ആകാശ എയർ പോലും അവരുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ അവർ ബോംബെ അഹമ്മദാബാദാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ ഫസ്റ്റ് ഇതായിട്ട് ഓപ്പറേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരടുത്തത് ബാംഗ്ലൂർ, കൊച്ചിനാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം കൊച്ചിൻ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ദിവസം 5 ഫ്ലൈറ്റുകൾ, ഡൽഹിയിലേക്ക് 8 ഫ്ലൈറ്റുള്ള സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് നിന്ന് യഥാക്രമം 1ഉം 2ഉം മാത്രമായി ഫ്ലൈറ്റുകൾ. കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്യുവർ എക്കണോമിക്സ് ആണ്. ഇതിനകത്ത് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പം അന്ന് തന്നെ ബാംഗ്ലൂരിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാംഗ്ലൂരിലേക്ക് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു നാരോ ബോഡി എയർക്രാഫ്റ്റാണ്. നാരോ ബോഡി എയർക്രാഫ്റ്റ് A320, അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. അപ്പം രാവിലെ ഇപ്പം 740 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മുതൽ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏവിയേഷനിൽ അല്ലെങ്കിൽ അതൊരു പീക്ക് ടൈമാണ്. ആ ഒരു സ്ലോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീക്കായിട്ടുള്ളതാണ് ഏതൊരു എയർലൈനും. അത് വളരെയധികം ബിസിനസ് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സ്ലോട്ടാണ്. തീർച്ചയായും.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ 180 പാസഞ്ചേഴ്സിനെ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു കരിയറിനെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് സർവീസിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ദർ ഇസ് നോ കോമ്പറ്റീഷൻ. ഈ ഒരു സമയത്ത് തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കമ്പീറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു എയർലൈനും ഇല്ല. അതേസമയം നമ്മൾ കൊച്ചി എടുത്ത് നോക്കുമ്പോൾ ഇതേ സമയത്ത് ചിലപ്പം എയർ ഏഷ്യ കണ്ടെന്നിരിക്കാം, അല്ലെങ്കിൽ ഗോയർ കണ്ടെന്നിരിക്കാം, ആകാശ എയർ കണ്ടെന്നിരിക്കാം, പല കോമ്പറ്റീഷൻ എയർലൈൻ. ഈ കോമ്പറ്റീഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഫെയർസ് സ്വാഭാവികമായിട്ടും അവർ കോമ്പറ്റീറ്റീവായിട്ട് അവർ കുറയ്ക്കും. കാരണം ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി അവർക്ക് അവരുടെ സീറ്റ്സ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം അദ്ദേഹം പരാമർശിച്ച ഒരു യൂസർ ഡെവലപ്മെൻറ്റ് ഫീയുടെ കാര്യം പറയുകയാണെങ്കിൽ, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസർ ഡെവലപ്മെൻറ്റ് ഫീ വന്നിരിക്കുന്നത്. അതിനകത്ത് അധികാരികളും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ട്രിവാൻഡ്രത്ത് മാത്രമേ ഈ ഒരു ഡിസ്പാരിറ്റി വന്നിട്ടുള്ളൂ. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു പ്രവാസി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് ദുബായിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോട്ട് പോകാൻ 1200 രൂപയാണ്. അതേസമയം നമ്മളൊരു ഗൾഫ് രാജ്യത്തിൽ നിന്ന് തിരിച്ച് ഗൾഫ് രാജ്യത്തിൻ്റെ പ്രൈസിങ്ങിൽ എടുക്കുകയാണെങ്കിൽ അത് 120 AED ആയി മാറുകയാണ്. അതായത് നമ്മളിപ്പോൾ പ്രവാസികൾ ചിലപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതിന് പകരം അവിടുന്ന് ടിക്കറ്റ് എടുക്കുമായിരിക്കും. അത് അവിടുത്തെ പ്രൈസിങ്ങിലായിരിക്കും എടുക്കുന്നത്. അവിടുത്തെ പ്രൈസിങ്ങിൽ എടുക്കുമ്പോൾ അത് 120 AED ആണ്. അതായത് 2400 രൂപ, നേരെ ഇരട്ടിയായി മാറുകയാണ്. അതേസമയം കൊച്ചിയിൽ വരുമ്പോഴത്തേക്കും അത് വെറും 600 രൂപയാണ്. അതിലേക്ക് വരാം.